നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പ്രധാന ചില കാരണങ്ങളൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ 3 വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് നമുക്ക് ഉള്ളിൽ കഴിക്കേണ്ട രീതിയാണ്. ഇത് നമ്മുടെ അമിതമായിട്ടുള്ള ക്ഷീണം, ഉന്മേഷക്കുറവ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, മലബന്ധം, കീഴ്വായു ശല്യം, അതുപോലെ വയറുവീർപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഒപ്പം തന്നെ വേദനകൾ കുറയ്ക്കാനും ഏറ്റവും ഗുണകരമാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ പുറമേ പുരട്ടേണ്ട ഒരു രീതിയാണ്. ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ സന്ധികളിലുള്ള വേദന, അതുപോലെ പ്രധാനമായിട്ടും മുട്ടിന് അമിതമായിട്ട് വേദന അനുഭവപ്പെടുന്നവർക്ക്, നീർക്കെട്ട് അമിതമായിട്ടുണ്ടാവുക, നടക്കുമ്പോൾ കട്ട് സൗണ്ട് കേൾക്കുക, ഇരിക്കാനും നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് മൂന്നാമതായിട്ട് വരുന്നത് ഒരു ലേപനം പോലെ പുരട്ടേണ്ട ഒരു രീതിയാണ്. ഇതും നമുക്ക് മുട്ടുവേദനയ്ക്കും സന്ധിവേദനയ്ക്കും അതുപോലെ നീർക്കെട്ടിനും ഒക്കെ തന്നെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ 3 മെത്തേഡും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ദിവസം ചെയ്തിട്ട് തീർച്ചയായിട്ടും ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അറിയിക്കേണ്ടതാണ്. കാരണം ഒരു 99% നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതികളാണ്. അധികം ചെലവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ പ്രിപ്പറേഷൻസ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. ഒരു പക്ഷേ നിങ്ങൾ ശരിയായ രീതിയിൽ ആഹാരക്രമം ശ്രദ്ധിക്കുന്നവരായിരിക്കും, എക്സസൈസ് ചെയ്യുന്നവരും നടക്കാൻ പോകുന്നവരും ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം കഴിയുന്നതിന് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ശരീരത്തിൽ അമിതമായിട്ട് ഊർജ്ജം നഷ്ടപ്പെട്ടു പോവുക, വേദന, നീർക്കെട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പ്രധാന 3 കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്നെന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് അമിതമായിട്ട് അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ അമിതമായിട്ട് ഉണ്ടാവുക എന്നുള്ളത്. മറ്റൊന്ന് ശരിയായ രീതിയിൽ സർക്കുലേഷൻ നടക്കാതിരിക്കുക, വീക്കായിട്ടുള്ള സർക്കുലേഷൻ നടക്കുക. മൂന്നാമതായിട്ട് വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് കണ്ടീഷൻസ് ഇവരിൽ ഉണ്ടാവുക എന്നുള്ളത്. ഈ 3 കാരണങ്ങൾ കൊണ്ടും നമുക്ക് നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മൾ എത്ര നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ഭക്ഷണം ശരിയായിട്ട് ദഹിക്കപ്പെടാതെയും അത് നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്ക് എത്താതിരിക്കുകയും നമുക്ക് ഈ ഒരു വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ തുടർന്നു പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം, അധികം ചിലവൊന്നുമില്ലാത്തതും അടുക്കളയിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു കാര്യമാണ് ഉലുവ എന്നുള്ളത്. ഈ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് അകറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വയർ സംബന്ധമായിട്ടുള്ള ഉദര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നമ്മുടെ വയറ് കറക്റ്റായ രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത് ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ പല ബോഡി പാർട്സിലേക്ക് അത് ശരിയായിട്ട് എത്താൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഉദര സംബന്ധമായിട്ടുള്ള ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഏറ്റവും ഗുണകരമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വേദന, നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇത് പ്രമേഹ രോഗത്തെ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് കണ്ടീഷൻസ് ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉലുവ കഴിക്കുന്നതിലൂടെ ഈ 3 പ്രധാന ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലാണ്. ഒരു സ്പൂൺ അളവായിട്ടുള്ള ഉലുവ തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളത് വെറും വയറ്റിൽ കുടിക്കുന്ന രീതിയാണ് ആദ്യം നമ്മൾ ഉള്ളിൽ കഴിക്കേണ്ട രീതിയെന്ന് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ ആ ഒരു വെള്ളം കുടിക്കുകയും ഉലുവ നമ്മളതിൻ്റെ അടിയിലുള്ള ഉലുവ ചവച്ചരച്ച് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഉലുവ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സർജറി ഉടനെ കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ ഇനി ഒരു 2 ആഴ്ചക്കുള്ളിൽ സർജറി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉലുവ കഴിക്കുന്ന മെത്തേഡ് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ളിൽ മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഉലുവ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഹൈ BP ആയിട്ട് എപ്പോഴും ഹൈ BP ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു ഉലുവ കഴിക്കുന്നത് മോഡറേറ്റ് രീതിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അളവുകൾ കുറച്ചിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ രീതി. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ശരീരത്തിന് പോഷകം നൽകുന്നതാണ്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ പുറമേ ചെയ്യേണ്ട ഒരു രീതിയാണ്. ഇത് നമ്മൾ കിഴി കെട്ടിയിട്ട് ചെയ്യേണ്ട ഒരു രീതിയാണ്. വളരെ എളുപ്പമാണ്. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ മാത്രം മതി. ഒരു പിടി കല്ലുപ്പുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കാര്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള 5 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഏറ്റവും ആദ്യം മുരിങ്ങയിലയാണ്. മുരിങ്ങയില അറിയാലോ, വേദനകളും നീർക്കെട്ട് അകറ്റാനും ഏറ്റവും ഗുണകരമാണ്. ഇത് മുട്ടുവേദന, നടുവുവേദന, കഴുത്ത് വേദന തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്ക് വേദനയുള്ള എല്ലാ സന്ധികളിലും നിങ്ങൾക്ക് കിഴി കെട്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം മുരിങ്ങയിലയാണ് ആവശ്യം. 3 പിടി അളവായിട്ടുള്ള നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന 3 പിടി അളവായിട്ടുള്ള മുരിങ്ങയില എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അതിനോടൊപ്പം ചേർക്കേണ്ടത് 1 പിടി അളവായിട്ടുള്ള കല്ലുപ്പാണ്. കല്ലുപ്പും നീർക്കെട്ടും വേദനകൾ
പറ്റാനും ഏറ്റവും ഗുണകരമാണ്. അപ്പോൾ ഒരു പിടി അളവായിട്ടുള്ള കല്ലുപ്പ് എടുക്കുക. മൂന്നാമതായിട്ട് വരുന്നത് നാരങ്ങയാണ്. അതും 3 നാരങ്ങയാണ് എടുക്കേണ്ടത്. നമ്മൾ തൊലിയൊന്നും കളയാതെ, അതായത് നമ്മളത് സ്ക്വീസ് ചെയ്തിട്ടൊന്നും നമ്മൾ എടുക്കരുത്. അത് ആ നാരങ്ങ നമ്മൾ മുറിച്ച് ഒരു 4 കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക. ഇങ്ങനെ 3 നാരങ്ങ നമ്മൾ ഇതുപോലെ ചേർക്കേണ്ടതാണ്. അതിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ടതെന്ന് പറയുന്നത് ആവണക്കിൻ്റെ ഇലയാണ്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ പുളിയില കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പുളിയില അല്ലെന്നുണ്ടെങ്കിൽ ആവണക്കിൻ്റെ ഇല, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഇല നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് 2 പിടി അളവായിട്ടുള്ള ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്തു. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള ഉലുവയും കൂടിയിട്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ടതാണ്. വളരെ എഫക്റ്റീവാണ് ഉലുവ നമ്മൾ പുറമേ തേക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള ഉലുവയും കൂടിയിട്ട് ഈ കൂട്ടിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഇത് നമ്മളൊന്ന് ചട്ടിയിലിട്ട് വറുത്തെടുക്കേണ്ടതാണ്. കഴിവതും നമ്മൾ ഇങ്ങനെയുള്ള ഇലക്കിഴികളൊക്കെ ഉപയോഗിക്കുമ്പോൾ പഴയ ചീനച്ചട്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ചട്ടിയിനകത്തേക്ക് എള്ളെണ്ണയാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള എള്ളെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം തന്നെ കല്ലുപ്പും അതുപോലെ മുരിങ്ങയിലയും ഈ ഇലകൾ പറ്റുമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചതച്ചെടുക്കുക. അരച്ചൊരിക്കലും എടുക്കേണ്ട, ചതച്ചെടുത്താൽ മാത്രം മതി. ചതച്ചെടുത്തിട്ട് കല്ലുപ്പും ഈ പറഞ്ഞിട്ടുള്ള 5 ഇൻഗ്രീഡിയൻസുകളും ഇട്ടതിന് ശേഷം, ഉലുവയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വറക്കുക. വറുത്തിട്ട് നമുക്ക് നല്ല ചൂടായി എന്ന് തോന്നുന്ന സമയത്തേക്ക് ഇത് നമ്മൾ മറ്റൊരു കിഴിയായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിനകത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ഈ ഇലയുടെ കൂട്ടെന്ന് പറയുന്നത് നമ്മൾ ഇടുക. എന്നിട്ട് കിഴി നമ്മളൊന്ന് കെട്ടുക. എന്നിട്ട് ഇതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് എള്ളെണ്ണ അതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് ആ ഒരു എണ്ണ ചൂടാകുമ്പോൾ ഈ കിഴി അതിൻ്റെ പുറത്തേക്ക് വെക്കുക. എന്നിട്ട് വേദനയുള്ള ഭാഗത്ത്, നിങ്ങൾക്ക് മുട്ടിനാണ്, ഉദാഹരണത്തിനാണ് പറയുന്നത്, മുട്ടിന് വേദനയുള്ളവരാണെങ്കിൽ ആ മുട്ടിനകത്തേക്ക് കുറച്ച് ചെറു ചൂടോട് കൂടിയിട്ട് എള്ളെണ്ണ ആദ്യം ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു എണ്ണയിൽ മുക്കിയിട്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ കിഴി കുത്തി കൊടുക്കുക. നന്നായിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ഇത് മുട്ടിൻ്റെ ഭാഗമാണെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ കിഴി സർക്കുലർ മോഷനിൽ കിഴി കുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ശരീരം മുഴുവൻ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ കഴിവതും നമ്മൾ കാല് നീട്ടി ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കട്ടിലിലോ ഒക്കെ തന്നെ ഇരിക്കാം. കാല് നീട്ടി വെക്കുക. കഴിവതും ബെഡിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻസ്, അടിയിൽ പേപ്പർ വിരിക്കുകയോ അല്ലെങ്കിൽ ഇല വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആദ്യം ഒന്ന് 2-3 തവണ കിഴി കുത്തിയിട്ട് ചൂട് കുറയുമ്പോൾ ഈ ഒരു ചട്ടിയിൽ, ഈ ചീനച്ചട്ടി ചൂടായിക്കൊണ്ടിരിക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കുക. ഒരിക്കലും പൊള്ളിക്കരുത്. രോഗീനെ പൊള്ളിക്കാൻ പാടില്ല. നിങ്ങൾ സ്വയമായിട്ടോ മറ്റൊരാളുടെ ഒരു ആശ്രയത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതൊരിക്കലും പൊള്ളിക്കരുത്. പൊള്ളിക്കാതെ നമ്മൾ ചെറു ചൂടോട് കൂടിയിട്ട് ഈ കിഴി നമ്മൾ വീണ്ടും വീണ്ടും കുത്തി കൊടുക്കുക. ഇങ്ങനെ ഒരു 20 മിനിറ്റ് സമയത്തേക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത്, രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് കിഴി കുത്തി കൊടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത് ഒരു ലേപനം പുരട്ടി കൊടുക്കേണ്ടതാണ്. ഇതാണ് 3ാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ലേപനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ അളവായിട്ടുള്ള ഉലുവ നമ്മൾ തലേ ദിവസം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം ആ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവയും അതുപോലെ 2 പിടി അളവായിട്ടുള്ള മുരിങ്ങയില എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 പിടി അളവായിട്ടുള്ള കല്ലുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അധികം വെള്ളമൊന്നും യൂസ് ചെയ്യരുത്. അത് ജസ്റ്റ് ഒരു കുഴമ്പ് രൂപത്തിലാവാനുള്ള വെള്ളം മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് അത് വേദനയുള്ള ഭാഗത്ത് നമ്മളത് പൊത്തി, നമ്മൾ ആ ഒരു ലേപനം പൊത്തി നമ്മൾ വെച്ച് കൊടുക്കുക. നമ്മൾ മുട്ടിനാണെന്നുണ്ടെങ്കിൽ ആ മുട്ട് മുഴുവനായിട്ട് പൊതിഞ്ഞിട്ടുള്ള രീതിയിൽ ഈ ഒരു ലേപനം പുരട്ടി വെക്കുക. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളം കൊണ്ട് ആ ഭാഗം ഒപ്പിയെടുത്ത് കളയാവുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ട്, ഇത്രയും കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, കിഴി കെട്ടി അതിനുശേഷം ലേപനവും കൂടി ഇടുന്ന സമയത്ത് ആ ഒരു ഭാഗത്തെ വേദനയും നീർക്കെട്ടും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അകറ്റാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. 14 തൊട്ട് 21 ദിവസം വരെ. നിങ്ങൾക്ക് 14 ദിവസം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അതുപോലെ 21 ദിവസം വരെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നൊരു രീതിയാണിത്. പുറമേ പുരട്ടാനും അതുപോലെ തന്നെ ഉള്ളിൽ കഴിക്കേണ്ടതും ഇതുപോലെ തന്നെ 21 ദിവസവും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരുന്നതാണ്. അതുപോലെ വേദനയും നീർക്കെട്ടും ഒക്കെ തന്നെ കുറഞ്ഞു കിട്ടുന്നതാണ്. എന്തായാലും ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.